അതെ, പ്ലാസിബോ എഫക്റ്റ് പോലും മനസ്സിലാക്കാനുള്ള ടൈം ഇല്ലല്ലോ. അതിൽ ചില പെട്ടെന്ന് കണ്ണേറ് ദൃഷ്ടിദോഷം പോലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഒരു പ്രാക്ക് ദോഷം ഒക്കെ വരുന്ന സമയത്ത് ചില അമ്മമാര് ഉപ്പൂതി കൊടുക്കുന്ന പരിപാടിയാണ്. യൂണിവേഴ്സിലെ ആ ലൈഫ് ഫോഴ്സ് എനർജി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് അയാൾക്ക് ആ നെഗറ്റീവ് എനർജി വന്നു, പരബ്രഹ്മചൈതന്യ ക്രിയ എന്ന് പറഞ്ഞിട്ട് അതൊരു ഹൈ പവർ ഒരു എനർജി ലെവലിലാണ്. പല മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് ലെവൽ വിട്ടുപോയ ആളുകളെ ഭയങ്കരമായി ചിത്തഭ്രമം ബാധിച്ച ആളുകളുണ്ട്. സാർ, ഇപ്പോ ഈ യന്ത്രങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഏലസുകളും ഒക്കെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ധരിക്കുന്ന ആളുകള് അത് ചില ആളുകൾക്ക് അത് വർക്ക് ആവുന്നുണ്ട്, ചില ആളുകൾക്ക് അത് വർക്ക് ആവുന്നില്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാർ പറയുന്നത് അത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് കെട്ടിയത് കൊണ്ട് എന്തോ ശരിയായി എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അത് ശരിയായത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇത്തരം കാര്യങ്ങളെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് കൃത്യമായി നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക? അതിന് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പൊ ഒരു 5-10 വയസ്സുള്ള ഒരു കുട്ടി പേടിച്ച് പനി വരിക, അല്ലെങ്കിൽ സ്വപ്നം കാണുക, അല്ലെങ്കിൽ പഠിക്കാൻ മടിയൊക്കെ ആയിട്ട് ചില ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ചണ്ടൊക്കെ ജപിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവൾക്ക് ഇപ്പൊ ആശ്വാസമായി എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില പെട്ടെന്ന് കണ്ണേറ് ദൃഷ്ടിദോഷം പോലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഒരു പ്രാക്ക് ദോഷം ഒക്കെ വരുന്ന സമയത്ത് ചില അമ്മമാര് ഉപ്പൂതി കൊടുക്കുന്ന പരിപാടിയുണ്ട്, മുളകൂതി കൊടുക്കുന്ന പരിപാടിയുണ്ട്. മുളകൂതിയിട്ട് അവർ പറയും ഇത് അടുപ്പിലിട്ടാൽ മതി, അപ്പൊ ആ ദോഷം മാറും, കണ്ണേറ് ദോഷം മാറും എന്ന് പറഞ്ഞിട്ട് ഉപ്പൂതി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് കലക്കി കഴിക്കാൻ പറയുന്നവരുണ്ട്, ചിലർ അടുപ്പിലിടാൻ പറയുന്നവരുണ്ട്. അതുപോലെ യന്ത്രം ധരിക്കുന്ന കാര്യം പറയാം. ഞാൻ ഒറ്റ കാര്യം പറയാം. എൻ്റെ വീടിനടുത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഫാമിലി വരികയാണ്. അപ്പൊ ഒരു 1.5 വയസ്സായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് വരികയാണ്. അപ്പൊ ഈ കുഞ്ഞിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞ് രാത്രി ആവുമ്പോ ഏകദേശം ഒരു 10-12 മണിയാകുമ്പോൾ പെട്ടെന്ന് കരയുക, വിരൽ പിടിച്ച് ഭയങ്കര ബഹളം വെച്ച് കരയുക. കൂടെ അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കൂടുതലാണ്. അപ്പൊ ഇവര് പല ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പല വഴിപാടുകളും കഴിച്ചു, പലതും ചെയ്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതുമായിട്ട് ഇപ്പൊ ചില കുട്ടികൾക്ക് ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെവിയിൽ വല്ല പ്രാണിയൊക്കെ കയറി കഴിഞ്ഞാൽ ചില കുട്ടികൾ കരയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ എപ്പോഴും കരയണം. അപ്പൊ ഇത് രാത്രി ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ്. അവര് ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ, പാല് കുടിക്കാനൊക്കെ തയ്യാറാവണില്ല. അങ്ങനെയൊക്കെ ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ സത്യത്തില് റേക്കിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ആരും ചെയ്യുന്നില്ല. താന്ത്രികവും മാന്ത്രികവും പൂജയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാനും അത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നപ്പോ റേക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തി ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ, ഏത് പ്രശ്നം ആയിക്കോട്ടെ, ആ പ്രശ്നത്തെ നമ്മളോട് പറയുമ്പോൾ ആ പ്രശ്നത്തിന് അപ്പൊ തന്നെ നമ്മളെ റേക്കി ഇൻവോക്ക് ചെയ്തായ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ അതിന് ഉത്തരം എന്നോണം നമ്മൾ ഇന്നത് ചെയ്യൂ എന്ന് നമ്മൾക്കൊരു തോന്നൽ വരികയാണ്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കൂടുതലും മനസ്സിൽ തെളിയും. നമുക്ക് ഒരു പെട്ടെന്ന് നമുക്കത് കിട്ടുകയാണ് ഇന്നത്. അതുകൊണ്ട് നമ്മളൊരു ബുക്കിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു തന്ന ഗുരുക്കന്മാർ പറഞ്ഞു തന്നൊന്നും അല്ല അവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മളെനിക്ക് തോന്നുകയാണ് ഇന്നത് അങ്ങ് ചെയ്യൂ, ആ സമയത്ത് നമ്മൾ ചെയ്യണം. അപ്പൊ ഞാൻ അഗ്നിഹോത്രമൊക്കെ ചെയ്യുന്ന ആളാ. അപ്പൊ ആ വീട്ടിൽ അഗ്നിഹോത്രം ചെയ്യുന്നതാണ്. അപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന നാടൻ പശുവിന്റെ ഹോമയം ഉപയോഗിച്ചിട്ട്, നെയ്യൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അഗ്നിഹോത്രം ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പൊ അഗ്നിഹോത്രത്തിന്റെ ആ ഭസ്മം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതെടുത്ത് ഞാൻ എനർജി കൊടുത്തു, എൻ്റെതായ രീതിയിൽ ഞാനൊരു എനർജി കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ കാലിലും നെറുകയിലും ഈ നെറ്റി ഭാഗത്തും ഈ ഇവിടെ എല്ലാ ആധാരങ്ങളിലും ഒന്ന് തൊടിവിച്ചു കുഞ്ഞിനെ. അതിനുശേഷം എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്ന ഞാൻ ഈ സിദ്ധയുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ ചക്ര ആക്ടിവേഷൻ തേടയൊക്കെ പഠിപ്പിച്ച ശിവയോഗി ശിവരാജൻ എന്ന് പറഞ്ഞിട്ട് ഗുരുജിയുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, ചില ടെക്നിക്കുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനതൊരു ടെക്നിക്കും കൂടെ ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവർക്ക് ആ സാധനം കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വെക്കുക, ഈ കുഞ്ഞിനെ പൊക്കോളാൻ പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം ഒരു വിളി വന്നു, ഇപ്പൊ കുഞ്ഞിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ആ കുഞ്ഞ് എനിക്ക് ഇപ്പൊ ഒരു 4 വർഷം മുമ്പാണ് വന്നത്. അന്ന് ആ പ്രശ്നം മാറി. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു 5, 10, 8 വയസ്സുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ ആ തിരുമേനിത മാറിക്കോളും എന്ന് പറയുമ്പോൾ അവരിലൊരു ബോധം ജനിക്കും. അത് പറഞ്ഞു എന്നുള്ളൊരു വിശ്വാസം, അത് അവരുടെ പെട്ടെന്നുള്ളൊരു വിശ്വാസമാണ്. ഒരു വ്യക്തി പറയുമ്പോൾ 1.5 വയസ്സായ ഒരു കുട്ടിക്ക് അങ്ങനെ അത് സെൻസ് ചെയ്യാൻ പറ്റും.
അതെ, പ്ലാസിബോ എഫക്ട് പോലും മനസ്സിലാക്കാനുള്ള ടൈം ഇല്ലല്ലോ, അതിൽ ബോധം ജനിക്കാത്ത കുഞ്ഞിന് അത് അങ്ങനെ എഫക്ട് ചെയ്തെങ്കിൽ അവിടെ എന്തോ വർക്ക് ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനെ നമ്മൾ വിശ്വസിക്കാതെ തരമുണ്ടോ? അതേ വീട്ടിൽ തന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അവര് പട്ടി കുരയ്ക്കുന്ന കാര്യം പറഞ്ഞു. അവരുടെ പട്ടി, കൂട്ടിൽ കിടക്കുന്ന പട്ടി കുരയ്ക്കുക. ഇത് പറഞ്ഞതും അപ്പൊ ഞാൻ എനർജിയിലിരിക്കുക. ഈ കൊച്ചിന്റെ ഈ പരിപാടി കഴിഞ്ഞതും ഞാൻ ഈ പറഞ്ഞ സമയം തന്നെ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ക്ലിയറൻസ്, ചില സമയത്ത് എനിക്കത് കിട്ടും. അത് ഒരു ഇൻഡ്യൂഷൻ തേടയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പെട്ടെന്ന് ഞാനത് നോക്കുന്ന സമയത്ത് ഈ പട്ടി എണീറ്റ് നിന്നിട്ട് ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് വല്ലാത്തൊരു ഭീതിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പട്ടി ഇന്ന സമയത്ത് ഇന്ന ദിവസങ്ങൾ ഇന്ന പ്രത്യേകതയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ഈ വീട്ടുടമസ്ഥന്റെ സുഹൃത്തിന്റെ ബൈക്ക് ബുള്ളറ്റാണ്. അത് റോട്ടിലൂടെ പോകുമ്പോൾ, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ അകലെയാണ് റോഡ്, വീടും ഇതുമായിട്ട്. അപ്പൊ ഈ റോട്ടിലൂടെ പോകുമ്പോൾ ഈ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ ഈ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആള് വീട്ടിൽ വരുമ്പോഴും ഇത് സംഭവിക്കാറില്ലെന്ന് ചോദിച്ചു. എന്താ കാരണം എന്നറിയാമോ? ഇവന്റെ കൂട്ടുകാരൻ ക്രിസ്ത്യനായിട്ടുള്ള ആളാണ്, ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആളാണ്. അപ്പൊ അത് ഈ പട്ടിക്ക്, ഈ നായ്ക്ക് ഇത് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവൻ വീട്ടിൽ വരുമ്പോഴും അവന്റെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പോലും സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അവരുടെ വീട്ടില് ഈ ആളെ ഞാൻ അറിയുന്നില്ല, കാണുന്നില്ല. അപ്പൊ എനിക്ക് ആ സമയത്ത് കിട്ടുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, അവന്റെ വീട്ടിൽ, അവന്റെ ഫാമിലിയില് പ്രശ്നങ്ങളുണ്ട്. അവന്റെ ഭാര്യ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അവന്റെ അമ്മ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അച്ഛനും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെ സുഹൃത്താണല്ലോ, ചോദിച്ചു നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാവുന്ന കാര്യം. അതെങ്ങനെയാ അതവിടെ വർക്കായി? അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഈ പട്ടി കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ പറഞ്ഞു കൊടുത്തു ഒരു ടെക്നിക്ക്. അതും അതേപോലെ, ഇതൊക്കെ തെളിവുകളാണ്, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ പല ആളുകൾക്കും ഇയാള് വെറുതെ വിഡിത്തരം പറയുന്നു, അങ്ങനെ പറയുന്നു, അതൊന്നും സാധ്യമല്ല എന്ന് പറയാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വന്ന് നോക്കൂ, നിങ്ങൾ അനുഭവിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് ഞാൻ എപ്പോഴും ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന്റെ കാരണം അതാണ്. ഊർജം വർക്ക് ചെയ്യും എല്ലാം. ഇപ്പൊ നമ്മളുടെ ഈ ലൈറ്റ് എല്ലാം കത്തുന്നത് ഊർജ്ജമാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു മുല്ലപ്പൂവിന്റെ സൗരഭ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മെല്ല് ചെയ്യാനേ സാധിക്കുള്ളൂ, അത് എടുത്തു കാണിക്കാൻ പറ്റുന്ന സാധനമാണോ? സെയിം സിസ്റ്റത്തില് യൂണിവേഴ്സിലെ ആ ലൈഫ് ഫോഴ്സ് എനർജി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് ഒരു വ്യക്തിയെ മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും. അപ്പം ഇത്തരത്തിലൊരു നെഗറ്റീവ് എനർജിയിലുള്ള ചില ആൾക്കാരുണ്ട്, അത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ചില ആളുകൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും, ചില ആൾക്കാരെ പോസിറ്റീവായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം അത്തരം നെഗറ്റീവ് എനർജിയുള്ള ആളുകളെ നമുക്ക് അവരുടെ ആ നെഗറ്റീവ് എനർജിയെ നമുക്ക് റിമൂവ് ചെയ്ത് അവരെ ആ ചാനലൈസ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? അങ്ങനെ മാറ്റുന്നതാണ് നമ്മള് നെഗറ്റീവ് എനർജി വെറുതെ ഒരാൾ വന്നൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അയാൾക്ക് ആ നെഗറ്റീവ് എനർജി വന്നു? കാരണം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് എനർജി? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റൂമിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ബാഡ് സ്മെല്ലാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അവിടെ നല്ല സുഗന്ധം പരത്തുന്ന നല്ല വാസനയാണ് എങ്കിൽ അത് പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും. ഇത്രയും തന്നെയാണ്. അതൊരു മനുഷ്യന്റെ ഈ പറയുന്ന അവന് ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളില്ലേ, ഷൗട്ട് ചെയ്യുന്ന ആളുകളില്ലേ, അയാൾ എന്തുകൊണ്ട് ഷൗട്ട് ചെയ്യുന്നു? അതിനൊരു കാരണം ഉണ്ടാവും. അത് ഫിസിക്കലി മെന്റലി എല്ലാം കാരണങ്ങളുണ്ടാവും. എല്ലാത്തിനും ഉണ്ടത് പ്രശ്നം. ഇതെല്ലാം നമുക്ക് സ്കാനിങ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ചില ആളുകൾ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അയാളുടെ ഫിസിക്കലി വന്നിരിക്കുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കും, ഇല്ലേ? ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ ഇതൊക്കെ ഒരു ആളെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്, അല്ലേ? ചിലപ്പോൾ മെഡിസിൻ കൊടുക്കണ്ടാണെങ്കിൽ മെഡിസിൻ കൊടുത്താൽ മതിയാവും. അത് മെഡിസിൻ കൊടുത്തിട്ട് മാറുന്നതാണെങ്കിൽ എത്രത്തിന്റെ ആവശ്യമില്ല. കൂടെ ഇത്തരം പ്രശ്നങ്ങൾ വന്ന് അലട്ടുമ്പോൾ മാത്രമാണ്, പല മരുന്ന് കഴിച്ചിട്ടും പല പരിപാടികൾ ചെയ്തിട്ടും അതിന് കുറവില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതെന്നും കൂടെ ഞാൻ പറയാണ്. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങയുടെ ഈ പറയുന്ന ആത്മസാധന സിദ്ധ ഹീലിംഗ് സെന്റർ, സിദ്ധ ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്റർ, ആ സെന്ററുമായി ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെയാണ് അങ്ങ് പഠിപ്പിക്കുന്നത്? എന്തൊക്കെ കോഴ്സുകളാണ് അങ്ങ് നമ്മുടെ ഈ സ്പിരിച്വൽ പഠിതാക്കൾക്കായിട്ട് അങ്ങ് നടത്തുന്നത്? അത് മെയിനായിട്ട് നമ്മൾ റെയ്ക്കിയാണ്. റെയ്ക്കി അതിന്റെ മാസ്റ്റർ ലെവൽ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തേർഡ് ഐ മെഡിറ്റേഷൻ പ്രാക്ടീസ് ടെക്നിക്കാണ് കൊടുക്കുന്നത്. പിന്നെ ചക്ര ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അത് അതിന്റെ വെറും സയൻസ് രൂപത്തിലാണ്
അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ചക്ര ആക്ടിവേഷൻ സിസ്റ്റം. പിന്നെ പരബ്രഹ്മ ചൈതന്യ ക്രിയ എന്ന് പറഞ്ഞിട്ട് അതൊരു ഹൈ പവർ ഒരു എനർജി ലെവലിലാണ്. അത്രയും കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ മെഡിറ്റേഷൻസ്, 5GB മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പരബ്രഹ്മ ക്രിയ അതുപോലെ തന്നെ തേർഡ് ഐ ലെവൽ മെഡിറ്റേഷൻ ഒക്കെ പറയുമ്പോൾ തേർഡ് ഐ ആക്ടിവേഷൻ ആയി ബന്ധപ്പെട്ട് ഇപ്പൊ ചക്രാസൊക്കെ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അതെ, അതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് നേട്ടങ്ങളാണ്? നേട്ടങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടല്ല, ഞാൻ അറിവിന്റെ തലത്തിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഉണ്ടാവുന്നത്? ഇപ്പം തേർഡ് ഐ മെഡിറ്റേഷനും ഇപ്പൊ പരബ്രഹ്മക്രിയ ഒക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? ഇപ്പൊ തേർഡ് ഐ നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. തേർഡ് ഐ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾക്ക് കോൺസെൻട്രേഷൻ കൂടും. അതായത് പലതരത്തിലുള്ള ചിന്തകൾ അലട്ടുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഒരുപാട് സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു സാധനയാണ്. അപ്പൊ ദിനന്തരം നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു പോയിന്റിനെ നമ്മൾ ലക്ഷ്യമാക്കി പിന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. സിസ്റ്റമാറ്റിക്കലി അത് നമ്മൾ ചെയ്യുമ്പോൾ അവനെ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക്കലി അവനുണ്ടാവുന്ന ദൂഷ്യ സ്വഭാവങ്ങള്, നെഗറ്റീവായിട്ടുള്ള നിൽക്കുന്ന പ്രശ്നങ്ങളെ അവന് തന്നെ മനസ്സിലാക്കും. വേറൊരാൾ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. അവനെ തന്നെ മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവനക്ക് ഇൻഡ്യൂഷൻ പവർ കിട്ടുക. അതായത് ഒരു പക്ഷേ പുസ്തകങ്ങളിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ കിട്ടാത്ത അറിവുകൾ പോലും ഈ വ്യക്തിയിൽ രൂപപ്പെടും. തനിയെ വരും. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം. പലരും പറയാറുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ മാതാപിതാക്കൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ലെവലിൽ ഇരിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗതിയിലായത്, ഞങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വഴിക്കായത്. അപ്പൊ പലരും അവരുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരിൽ പഴിചാരുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ചാരിയല്ല, അവര് സഹായിക്കും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ തനിയെ ജീവിക്കുക എന്നുള്ള, നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുക. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എന്നിൽ നിന്ന് തന്നെ ചോദ്യവും ഉത്തരവും കണ്ടെത്താനും അതിൻ്റെ വഴികൾ കറക്റ്റായിട്ടുള്ള റൂട്ടിലൂടെ പോകാനും തേർഡ് ഐ പോലെയുള്ള സംഗതി പ്രാക്ടീസ് ചെയ്താൽ നടക്കും. ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തേർഡ് ഐ ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് ഭയങ്കര അപാരമായ അറിവുകൾ, തമിഴ്നാട്ടിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെ ചില ക്ലാസ്സുകൾ തന്നെ എടുത്തു വരുന്നുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനാ പറയുക. അറിവുകൾ ഒരുപാട് അറിവുകൾ. അതിപ്പറ്റി ബുദ്ധി നമ്മുടെ ഒരു പുസ്തക പുഴു ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ പേജ് പോലും ഇന്ന പേജ് പോലും കൃത്യമായിട്ട് പറയാനും അതിന്റെ വരികൾ പറയാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഈ ബ്രെയിനിൽ അതിനെ സേവ് ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഈ ന്യൂറോ തലത്തിൽ വളരെ കൃത്യമായത് പ്രവർത്തിക്കും. ഇപ്പൊ തത്വമസി അങ്ങ് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നീ തന്നെയാണ്. ആ തത്വമസി പ്രയോഗം എന്താ പറയുക? ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സംശയമാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ശബരിമലയിലേക്ക് പോകും, അപ്പൊ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നീ എന്താണോ തേടുന്നത് അത് നീ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ, ചില മഹാന്മാർ പറയും, ഈ തത്വമസി എന്ന് പറയുന്നത് നീ എന്താണോ തേടുന്നത് അത് നീ തന്നെയാണ്, നീ അമ്പലങ്ങളിലൊന്നും പോകണ്ട, നീ നിന്നെ തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നതൊപ്പം തന്നെ നീ നിന്റെ ഉള്ളിലെ നന്മയാണ് അത് എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനെ ഒരു വേറൊരു രീതിയിൽ ഉപയോഗിക്കുക. അതായത് നിന്റെ ഉള്ളിലെ നന്മ മാത്രമാണ് നീ എന്ന് പറയും, അതിന്റെ ഭൗതികാർത്ഥം മാത്രം എടുത്ത് നീ ഒരു നല്ല മനുഷ്യനായാൽ മാത്രം മതി എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ തത്വമസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നിന്റെ ഉള്ളിലെ ആ മഹാചൈതന്യത്തെ നീ കണ്ടെത്തി നീ ആ വഴിയിലൂടെ സഞ്ചരിക്കൂ, നീ അതിൽ ലയിക്കൂ എന്നല്ലേ ആ പറയുന്നത്. അപ്പൊ ഇത് രണ്ടർത്ഥമല്ലേ? അതായത് നിന്റെ ഉള്ളിലെ നന്മ മാത്രം കണ്ടെത്തൂ എന്ന് പറയുന്നത് അല്ലല്ലോ തത്വമസി എന്ന് പറയുന്നത്. അല്ല, ഇതെന്നറിയോ, ഈ പറഞ്ഞു കൊടുക്കാൻ എളുപ്പ. ഇപ്പോ ഞാനായാലും അങ്ങായാലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പ. തത്വം ഞാൻ എന്നെ കണ്ടെത്തി, ഞാൻ എന്നെ സത്യം ധർമ്മം കൊണ്ടു നടക്കുന്നത്. പക്ഷെ ആചരിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ സത്യത്തിലേക്ക് വരിക. ഇവിടെ ആചരണം കുറവ് ആളുകൾക്ക്. പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ട്, പുസ്തകപ്പുഴു ആവാൽ ഇപ്പൊ നമ്മൾ കോളേജിലും ഇതിലൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രകാരം പഠിച്ചത് പ്രായോഗിക തലത്തിൽ നമ്മൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് തത്വമസി എന്ന് പറഞ്ഞ ആ ഒരു
കൺസെപ്റ്റിന് തന്നെ പൂർണ്ണതയുള്ളൂ. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ അതിലേക്കുള്ള ചര്യകളാണ് നമ്മൾ ഫിസിക്കൽ ലെവലിൽ, മെന്റൽ ലെവലിലൊക്കെ ഈ പരിശീലനത്തിലൂടെ കൊടുക്കുന്നത്. ഇപ്പൊ തേടയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും 3 മിനിറ്റ് 1 സെക്കൻഡ് കൊണ്ട് എന്നൊക്കെ പറയുന്ന യൂട്യൂബിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ ഇവിടെ നോക്കൂ, അല്ലെങ്കിൽ ഒരു മെഴുതിരി വെച്ച് കത്തിച്ചു വെച്ചു അതിലേക്ക് ശ്രദ്ധിക്കൂ. അല്ല ഇപ്പൊ ഈ ജ്യോതിത്രാടകം, കാന്തപ്രാടകം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നഖം തുമ്പിൽ അപ്പൊ ത്രാടകങ്ങൾ പലതും ഉണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കത് സിദ്ധി വരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ പെട്ടെന്നാവില്ല. സാധ്യമാകുന്നവരുണ്ട് കേട്ടോ. ജന്മനാ തന്നെ ക്ലിയർവൻസ് ഉള്ള ആളുകളുണ്ട്, ഇൻഡ്യൂഷൻസ് പവർ ഉള്ള ആളുകളുണ്ട്. അതൊരു സിദ്ധിയാണ് അല്ലെ. സിദ്ധന്മാരായിട്ട് ജനിക്കുന്ന ആളുകളുണ്ട്. ചില ജഡാധരനായിട്ട് ജനിക്കുന്ന ആളുകളുണ്ട്. കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സിദ്ധി ഉണ്ടാവുമെന്ന് പറയുന്നത്. ചില സ്ത്രീകളും ആളുകളും കുറെ കാലങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അത് ഒരു പ്രത്യേക ഒരു എനർജി ആ സമയത്ത് വരികയാണ്. അപ്പൊ അതുപോലെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ അവര് ഫിസിക്കലി ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ നാഡികളെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത് മിക്കവരും പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങൾ പത്മാസനത്തിലിരിക്കും, സമ്മറം പിടിച്ചിരിക്കും, കസേലയിലിരിക്കും, അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇരുട്ടുമുറിയിലിരിക്കും, തീ ഊതിക്കെടുത്തു, തിരി ഊതിക്കെടുത്തു എന്നൊക്കെ പറയും. അത് വർക്കൗട്ട് ആവില്ല. ഈ തെറ്റായ ചില രീതികളിലൂടെ പോകുന്നത് ഒരു മനുഷ്യനെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുമെന്നതിന്റെ പല ഉദാഹരണങ്ങളും എനിക്ക് തന്നെ നേരിട്ടറിയാം. ഇപ്പം പല മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് ലെവൽ വിട്ടുപോയ ആളുകളെ അറിയാം. ഭയങ്കരമായി ചിത്തഭ്രമം ബാധിച്ച ആളുകളുണ്ട്. അപ്പം ഇവർ ചെയ്യുന്ന ക്രൂരത, അതായത് ഈ യൂട്യൂബ് സ്പിരിച്വലിസം ഞാൻ പറയുന്നത് ആധികാരികമായി പറയുന്നതല്ല. ഏതെങ്കിലും ഒരു സാധനം മാത്രം ഉണ്ടാക്കി ഒരു യൂട്യൂബ് ചാനലും മുഖവും ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് കുറെ ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അത് കേട്ട് അതിൽ പോയി ചാടുന്ന കുറെ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ത്രാടകക്രിയ പോലെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെ നമ്മൾക്ക് പറ്റുന്ന, ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ പറ്റുന്ന, അയാൾക്ക് എന്താണോ പറ്റുന്ന മെഡിറ്റേഷൻ, അയാൾക്ക് താങ്ങാവുന്ന മെഡിറ്റേഷൻ, അങ്ങ് പറഞ്ഞതുപോലെ ഈ നാഡീ ശുദ്ധി, നാഡീഫലം, ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. അതിൽ യഥാർത്ഥത്തിൽ ഒരു ഗുരുനാഥന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്, ഒരു ഗുരുനാഥന്റെ കീഴിൽ നിന്നുകൊണ്ട്, ഗുരുവിന്റെ കീഴിൽ നിന്നുകൊണ്ട്, ഗുരുനാഥൻ എന്ന് ഞാൻ പറയുന്നത് ഈ ഗുരുകുല സമ്പ്രദായം മാത്രമല്ല, ഇപ്പൊ എല്ലാവരും ഗുരുനാഥന്മാരാണ്. അപ്പം ആ ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിൽ അത് ചെയ്യുക എന്നത് ഇമ്പോർട്ടന്റ് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ തെറ്റായ ഒരു ശിക്ഷണം എന്ന് പറയുമ്പോൾ, തെറ്റായ ഒരു ഗുരു, ആ ഗുരു ശരിയല്ല, ഈ ഗുരു ശരിയല്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ ശരിയാണ് എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഞാൻ പറയുമ്പോൾ അത് വേറൊരാൾക്ക് റിസൾട്ട് ഇല്ലാതെ പോകുമ്പോഴാണ് ഞാൻ തെറ്റായ ഒരു നല്ല ഗുരു അല്ലാതാകുന്നത്, അല്ലേ? അപ്പൊ അയാൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നത്, ഞാൻ ആയിക്കോട്ടെ വേറെ ആളായിക്കോട്ടെ, ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ഉദ്ദേശിച്ചു വരുന്നത്, അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ശരി. അപ്പോഴാണ് അയാൾക്ക് ആ ഗുരു ശരിയാവുന്നത്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അപ്പൊ ഇവിടെ വേറൊരു ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ആ വ്യക്തി നമ്മളുടെ അടുത്ത് അവിടെ ശരിയല്ല എന്ന് പറഞ്ഞത് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ശരി എന്ന് പറയണമെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അയാൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ മാത്രമേ ഇതാവുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം മറ്റേ ഗുരു തെറ്റാണ്. അപ്പൊ എന്നിൽ നിന്ന് പഠിച്ചു പോയിട്ട് ചിലപ്പോൾ വേറൊരു ഗുരുവിന്റെ അടുത്ത് പോകുമ്പോഴായിരിക്കും അതിൽ കൂടുതൽ അറിവും ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായി എന്ന് ആ വ്യക്തി പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒരു വ്യക്തി പഠിക്കാൻ വരുന്ന ഏത് വിഷയം ആയിക്കോട്ടെ, നമ്മൾ റേക്കിയുടെ കാര്യം മാത്രമല്ല, ഏത് പഠനവും സ്കൂൾ കോളേജ് തലങ്ങളിലെ ആയാലും ഒരു കൈത്തൊഴിലായാലും എല്ലാം അതിലെല്ലാം ഉണ്ട് ഒരു ഗുരു എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ആ ഗുരു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങള്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പോളിസി പറയാം. പല ആൾക്കാരും സാറിന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഈ പറയുന്ന തേടൈ പഠിച്ചവര് പല ഗുരുക്കന്മാരിൽ നിന്നും തേടൈ പഠിച്ചിട്ടുള്ള ആളുകളും, റേക്കി പഠിച്ചിട്ടുള്ള ആളുകളും, പ്രാണി ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളുകളും, ചക്ര ആക്ടിവേഷൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള റേക്കിയുടെ തന്നെ മാസ്റ്ററും എൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വലിയ മഹാനാണെന്നല്ല പറയുന്നത്. എൻ്റെ അടുത്ത് പഠിച്ച് പോയവര് വേറെ ആളുകളുടെ അടുത്തും പോയിട്ടുണ്ടാവും, എനിക്കറിയില്ല, അങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് കാരണം ഞാൻ പറയുന്ന അതേ രീതി ആയിരിക്കില്ല, പഠിപ്പിക്കുന്നതായിരിക്കില്ല വേറൊരാള്. അപ്പൊ അതിനെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയുമ്പോൾ എന്നെ ഫോളോ അതേ രീതിയിൽ ചെയ്യാൻ പറയില്ല. ഇപ്പൊ ഒരാളെ എനർജി സ്വീകരിക്കുമ്പോ അപ്പൊ ക്ഷേത്രത്തിൽ പോയി തുറന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ? ചിലര് നേരെ ക്ഷേത്രത്തിന്റെ ദേവിയും ദേവനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ട് ഇങ്ങനെ 2 കൈയും കൂട്ടി
തൊഴുന്നവരുണ്ടാവും, ചിലർ കൈ ഇങ്ങനെ പൊക്കി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, ചിലർ ചിലപ്പോൾ കൈ താഴോട്ട് വെക്കുന്നവരുണ്ടാവും. അപ്പൊ പല രീതിയിലാണ് പല ആളുകള്. അപ്പൊ എന്താണ് അവിടെ അത് ചെയ്യുന്നത്? അപ്പൊ നമ്മൾക്കൊരാള് അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറയും അല്ലേ? സത്യത്തിൽ അത് തെറ്റല്ലേ? കാരണം അയാളുടെ കംഫർട്ടാണ് അയാൾ നോക്കേണ്ടത്. അയാൾക്ക് സുരക്ഷിതമായിട്ട് അയാൾക്ക് അനുയോജ്യമായതാണ് അയാൾ തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മൾ അത് ഈ റൂട്ട് പറഞ്ഞു കൊടുക്കുക, ആ റൂട്ടിൽ പോയാൽ എളുപ്പമായിട്ടുള്ള മാർഗത്തെ പറഞ്ഞു കൊടുക്കാം. ആ മാർഗത്തെ അയാൾ ഫോളോ ചെയ്യുമ്പോൾ അയാൾക്കത് ഗുണപരമായി എങ്കിൽ അത് തുടർന്നു പോവുക. അതല്ലാതെ ഈ അടിച്ചേൽപ്പിക്കലാവരുത്. അങ്ങനെ ഈ അടിച്ചേൽപ്പിക്കലാവുമ്പോഴാണ് അവൻ എന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് സാധിക്കാതെ വരുമ്പോൾ ഗുരുക്കന്മാര് തെറി പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോ അങ്ങ് മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞു. മെഡിറ്റേഷന്റെ കാര്യത്തില് ഈ YGB മെഡിറ്റേഷൻ അങ്ങ് കൊടുക്കുന്ന മെഡിറ്റേഷൻ ആണ് YGB മെഡിറ്റേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ YGB മെഡിറ്റേഷൻ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊരു ഒരാൾ പഠിക്കുന്നത് കൊണ്ട് അയാൾക്കുള്ള കാര്യങ്ങൾ എന്താണ്? അത് YGB മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യോഗ ഗുരു ബ്ലെസ്സിങ് മെഡിറ്റേഷൻ ആണ്. യോഗ ഗുരു ബ്ലെസ്സിങ് മെഡിറ്റേഷൻ. അതായത് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഗുരുവിന്റെ സാന്നിധ്യം വേണ്ട അവിടെ. ഗുരുവിന്റെ സാന്നിധ്യം വേണ്ട. അത് നമ്മളൊരു വോയിസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ആ വോയിസ് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ചക്രാസിലൂടെ, നമ്മുടെ എല്ലാ 7 ചക്രാസിലൂടെ നമ്മൾ എനർജി കടത്തി വിടുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊരു ദീക്ഷാ സമ്പ്രദായമാണ്. അതായത് ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിലാണ് ഒരുവിധം മെഡിറ്റേഷൻ എല്ലാം ചെയ്യേണ്ടത്. എങ്കിലാണ് അതിന് കുറച്ച് ഗുണം ഉണ്ടാവുള്ളൂ. വെറുതെ ഇരുന്നാലും ഇപ്പോ നമ്മള് ഈ കൈയും കാലും ക്രോസ് ചെയ്തിട്ട് ആനാപാനസതി മെഡിറ്റേഷൻ എടുത്ത് ശ്വാസഗതിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അതൊരു മെഡിറ്റേഷൻ ആണ്. നമ്മൾ വെറുതെ ഒരു കസേരയിൽ വെറുതെ ചാരിയിരുന്നാലും ശ്വാസത്തെ ശ്രദ്ധിക്കേണ്ട, വെറുതെ കുറെ നേരം ഒന്നും ചിന്തിക്കാതിരുന്നാലും മെഡിറ്റേഷൻ ആണ്. എല്ലാം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി പോലും കൃത്യമായിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടും അതൊരു മെഡിറ്റേഷൻ തന്നെയാണ്. പക്ഷെ യോഗ ഗുരു ബ്ലെസ്സിങ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആന്തരികമായിട്ട് ശുദ്ധീകരണവും, അതിന് യോഗ ഞാൻ പറഞ്ഞു, അതിനകത്ത് ഈ എനർജിയെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ 7 ചക്രാസിലൂടെ കടത്തിവിട്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തം കടത്തിവിട്ട് ആ ഡിവൈൻ എനർജിയെ നമ്മൾ സ്വീകരിച്ച് കടത്തിവിട്ട് അതോടൊപ്പം നമ്മൾ ബ്ലെസ്സിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ബ്ലെസ്സിങ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മളുടെ മാതാപിതാക്കളെ, ഗുരുക്കന്മാരെയൊക്കെ ബ്ലെസ്സിങ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഈ പ്രപഞ്ചത്തെയൊക്കെ ബ്ലെസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലെസ്സിങ് ചെയ്യുമ്പോൾ അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ബ്ലെസ്സിങ്ങിന് ഒരു പ്രാധാന്യമുണ്ട്. ആ ബ്ലെസ്സിങ്, നമ്മളൊരു വ്യക്തി എത്ര ശത്രുവിനെ ആണെങ്കിൽ പോലും നമ്മൾ ബ്ലെസ് ചെയ്യുമ്പോൾ ആ ശത്രുവിനെ പോലും നമുക്ക് മിത്രമാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ടെക്നിക്കാണ് യോഗ ഗുരു ബ്ലെസ്സിങ് മെഡിറ്റേഷൻ. ദീക്ഷാ സമ്പ്രദായത്തിലൂടെ നമ്മൾ അത് ഒരു 5 മിനിറ്റാണ് ആ പ്രക്രിയക്ക് എടുക്കുക. അത് വിദേശത്തിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ആവശ്യമുണ്ട്. അതിന്റെ വാചകങ്ങളും വാക്കുകളും പോലും നമ്മളെ അതായി തീർക്കുന്നതാണ്. ഇപ്പൊ ഒരു കള്ളനോ പിടിച്ചുപറിക്കാരനോ മോഷ്ടാവോ ഒരു ദുർനടപ്പുകാരനോ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്ക് സ്വയം എനിക്കിതൊന്ന് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മെഡിറ്റേഷനിൽ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതവന് അതായിത്തീരാണ്. ഇപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു എന്ന് എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നു, നമ്മുടെ ഹാർട്ട് ചക്രയിൽ കൈ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളതായി തീരുക. ഞാൻ ഇന്ന് ദുഃഖിക്കുകയില്ല. ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് റേക്കിയിൽ 5 തത്വങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ പരിശീലിക്കണം. ഞാനിന്ന് സത്യസന്ധമായി ജോലി ചെയ്യും എന്ന് നമ്മൾ വെറുതെ പറയുകയല്ല, നമ്മൾ നമ്മുടെ ഹൃദയചക്രയിൽ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ ദിവസവും അത് ആവർത്തിക്കുമ്പോൾ നമ്മളതായിത്തീരും. ആ ഒരു റൂട്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ, ഒരു സിസ്റ്റമാണ് നമ്മൾ ആ മെഡിറ്റേഷനിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് അന്ധകരണ ശുദ്ധി എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം കൃത്യമായി നടക്കുന്നു ഇതിലൂടെ. ആ ഒരു പ്രോസസ്സാണ്. അവൻ സ്വയം അവനെ മനസ്സിലാക്കുകയാണ്. സ്വയം അവനത് മനസ്സിലാക്കാനും അത് ആചരിക്കാനും അതിന്റെ ആ എനർജി അവിടെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവന്റെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് കൊടുക്കുന്നു. അതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. പ്രപഞ്ചത്തിന് ബ്ലെസ്സിങ് കൊടുക്കുന്നു. അതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം പലപ്പോഴായിട്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അങ്ങ്. ഇപ്പൊ റെയ്ക്കി, പ്രാണി ഹീലിംഗ്, ഇത്തരം മെഡിറ്റേഷനുകൾ കൊടുക്കുന്നു, തേർഡ് ഐ മെഡിറ്റേഷൻ കൊടുക്കുന്നു. അപ്പം ഒരാൾക്ക് അങ്ങയെ സമീപിക്കണമെങ്കിൽ, അപ്പൊ അങ്ങയെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പർ മാത്രം ഉപയോഗിച്ചാൽ മതിയോ? എങ്ങനെയാണ്? അദ്ദേഹത്തെ അങ്ങ് പാലക്കാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അങ്ങയെ ആ പഠിക്കാനുള്ള, നേരിട്ട് വന്ന് പഠിക്കുകയാണ്, എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ? എങ്ങനെയാണ്? റേക്കിയെ സംബന്ധിച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
അതേസമയം ഇപ്പൊ പ്രാണിഹീലിയും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ചക്രാക്ടിവേഷനും തേർഡ് ഐ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. പരബ്രഹ്മച്ഛദിന ക്രിയ ആണെങ്കിൽ അതും സ്റ്റാർട്ടിങ്ങിൽ അതൊരു 3 ദിവസത്തെ ക്ലാസ് ആണ്. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അവർക്ക് ഓൺലൈനായിട്ട് എടുത്തു കൊടുത്തതിന് ശേഷം അവർ നമ്മളുടെ അടുത്ത് വരേണ്ട വരും, ഒരു ദിവസം വരേണ്ടത് വരും. നേരിട്ട് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അത് റേക്കി മാത്രമാണ് നേരിട്ട് എടുക്കുന്നത്. പലരും ഓൺലൈനിലൂടെ പഠിച്ച് എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് പ്രത്യേകത പറയുന്നതെന്ന് പറഞ്ഞാൽ, എന്നെ പഠിപ്പിച്ച എന്റെ മാസ്റ്റർ പോലും ഇത് ദീക്ഷാ സമ്പ്രദായത്തിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പോലും നമ്മുടെ കൊറോണയൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഗുരുക്കന്മാര് ഓൺലൈൻ ക്ലാസ്സിലേക്കൊക്കെ പോയി. എന്തായാലും ഞാൻ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു മാഗ്നറ്റിന്റെ മുകളില് ഒരു ബ്ലേഡ് നമ്മൾ വെച്ചു. അപ്പൊ ആ ബ്ലേഡ് നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞാല് ആ ബ്ലേഡ് വേറൊരു മൊട്ടുസൂചിയോ ബ്ലേഡിനെ ആകർഷിക്കും, അല്ലേ? അതെ. അതേസമയം ആ മാഗ്നറ്റില് ആ ബ്ലേഡ് ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ വേറൊരു ബ്ലേഡിനെ ആകർഷിക്കുമോ? ഇല്ല. അതിൽ എനർജി കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ഫിസിക്കലി ആ ഗുരുവും ആ പഠിക്കാൻ വരുന്ന വ്യക്തിയും തമ്മിൽ ഒരു ഫിസിക്കലി ഒരു ടച്ച്, ഒരു കോണ്ടാക്ട് അവിടെ വരാനുണ്ട്. അങ്ങനെ അത് കണക്ട് ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണതയുള്ളൂ. അപ്പൊ പലരും നമ്മൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ റേക്കി എങ്ങനെ ഡിസ്റ്റന്റ് ഹീലിംഗിൽ വർക്ക് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഓറ ലെവലിൽ നമ്മൾ എനർജി ട്രാൻസ്ഫർമേഷൻ ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. അതിനൊരു ടെക്നിക് ഉണ്ട്. റേക്കി പഠിച്ചു കഴിയുമ്പോൾ ചില താന്ത്രികമായിട്ടുള്ള ചില സിമ്പലുകളുണ്ട്. ആ സിമ്പലുകളാണ് അവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഒരു പരിധി വരെയും ഒരു ഹീലിംഗ് സിസ്റ്റത്തിലൂടെ ഈ നമ്മൾക്ക് വേണമെങ്കിൽ അറ്റ്യൂൺമെന്റ് കൊടുക്കാം. പക്ഷെ ആ അറ്റ്യൂൺമെന്റ് കിട്ടിയ വ്യക്തികൾക്ക് സാധാരണ ഒരു ഡയറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയെ പോലെ ഒരു പവർ, ഒരു എനർജി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത കുറവാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ സാധന കൊണ്ട് ചിലപ്പോൾ നേടിയതാണെന്ന് പറയേണ്ടതായിട്ട് വരും. തീർച്ചയായും. ഇപ്പൊ റേക്കിയിൽ എനിക്ക് തോന്നുന്നു അറ്റ്യൂൺമെന്റ് അല്ലാതെ നമ്മൾ ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഹീലിംഗ് ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള ഹീലിങ്ങുകൾ ഇപ്പം റേക്കി മാസ്റ്റേഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മണി റേക്കി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഹീലിങ്ങുകൾ കൊടുക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബ്ലോക്ക് ഉള്ള ആളുകൾ അത് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ പല ബുദ്ധിമുട്ടുകൾ ചേഞ്ച് ആയി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളെ, ഇപ്പം സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവും ആത്മീയവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് നിന്ന് ഹീൽ ചെയ്ത് മാറ്റാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരാളുടെ പ്രശ്നം പറയുമ്പോൾ കൂടെ വരുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ പറയും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ഈ സ്കാനിങ്ങിന് തന്നെ നമ്മൾ പെൻഡൽ ഉപയോഗിച്ച് സ്കാനിങ്ങിലേക്ക് തന്നെ പോകണം എന്നില്ല. ഒരു പരിധി വരെ ഒരാൾ തന്നെ വിളിച്ച് ജസ്റ്റ് നിങ്ങൾ വീഡിയോ കോളിൽ വരൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ എനർജി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്കത് ഫീൽ ചെയ്യും. ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? ഇയാളുടെ ഓരോ ചക്രാസിനെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഓൾറെഡി ആ ചക്ര സ്കാനിങ് കൈകളിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ നമ്മൾ ഈ കൂട്ടുവായി ഇടുന്ന, അതായത് നമ്മൾക്ക് അയാൾക്ക് നെഗറ്റീവ് ആണ് എങ്കിൽ നമ്മൾക്കത് ബാധിക്കും, നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണിക്കും. അയാൾക്കും ചിലപ്പോൾ കാണിക്കും. ഇപ്പൊ ചില ആളുകളൊക്കെ, ഞാൻ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അയാൾ അവിടെ ഇരുന്ന് ചാടിയും തുള്ളിയൊക്കെ ചെയ്യും ചില സംഭവം. അപ്പൊ നമുക്ക് മനസ്സിലാവും അയാൾക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. ചില ബാധാദോഷം എന്നൊക്കെ പറയുന്നതിന്റെ, നമ്മൾ നെഗറ്റീവ് എന്നാണ് പറയുന്നതിന്, നെഗറ്റീവ് എനർജി അയാൾക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുക. അപ്പൊ ചില ബാധകളുടെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കിന്റെയാണ് പ്രശ്നം എന്നൊക്കെ പറയും. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ട് ഈ ഹീലിംഗ് മാത്രം പോരാ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ പ്രശ്നത്തെ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറയുമ്പോഴാണ് ഫോട്ടോ ഇടാൻ പറയുക. ഫോട്ടോ ഇട്ടിട്ട് ഞാൻ സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറയും. അതിനുശേഷം അയാളുടെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ ഈ പെൻഡുലും തന്നെ, ഈ റേക്കിയോടാണ് നമ്മൾ ചോദിക്കുന്നത്, യൂണിവേഴ്സിനോട് തന്നെയാണ് ചോദിക്കുന്നത് എന്താണ് ഇതിന് പരിഹാരം. അപ്പൊ പറയും ചില പ്രശ്നങ്ങളാണ് എങ്കിൽ അവർക്ക് ഈ ഞാൻ ചില സിദ്ധയില മൂലിക ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് ആ സിദ്ധയുടെ മൂലികയൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും. എന്നിട്ട് ഇത്ര ദിവസം നിങ്ങൾ കഴിക്കൂ. അതിനൊരു ശോധനാമൂലികയുണ്ട്, ഒരു സ്നാനമൂലികയുണ്ട്, ഒരു കഴിക്കാനുള്ള ഒരു നെയ്യുണ്ട്.